ഹായ്. അങ്ങനെ ശിരോവസ്ത്ര മത്സരത്തിൽ അവസാനം മാതാപിതാക്കൾ തന്നെ ജയിച്ച ഗോളാണ് കാണുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞാൽ ആർക്കും വിഷമമായിട്ട് തോന്നണ്ട. ഇത് ഒരു മതവിശ്വാസത്തിന്റെ ബേസ് ചെയ്തിട്ടോ എൻ്റെ മതവിശ്വാസത്തിൽ അനുസരിച്ച് ജീവിക്കുന്ന ഞാനും എൻ്റെ വിഭാഗക്കാർക്കും വേണ്ടിയിട്ട് സംസാരിക്കുന്നതായിട്ട് തോന്നണ്ട. ഇത് മതേതര രാജ്യമാണ്. മതേതര രാജ്യത്ത് നമ്മൾ പാലിക്കേണ്ട ചില നിഷ്ഠകളുണ്ട്. ഇപ്പം എല്ലാ മതവിശ്വാസത്തിലുള്ള കുട്ടികളും വന്ന് പഠിക്കേണ്ടതായിട്ട് ഉള്ള ഒരു സ്കൂൾ തന്നെയാണ് നമ്മൾ ഓപ്പൺ ചെയ്തത്. ക്രൈസ്തവർക്ക് മാത്രമുള്ള സ്കൂളല്ലല്ലോ അത്. ക്രൈസ്തവ മാനേജ്മെന്റ് നടത്തുന്ന ഒരു സ്കൂൾ. അതിനകത്ത് എല്ലാ കുട്ടികളെയും അക്സെപ്റ്റ് ചെയ്യുന്നു, എല്ലാവർക്കും പിന്നെ ഇത് കൊടുക്കുന്നു, അവരുടെ ഡൊണേഷൻ വാങ്ങിക്കുന്നുണ്ട്, ഫീസ് വാങ്ങിക്കുന്നുണ്ട്. ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സ്ഥാപനം പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ആ മര്യാദ പാലിക്കാത്ത ആ സ്കൂളിനെതിരെ ശക്തമായി നടപടി എടുക്കണമെന്ന് നിലകൊള്ളണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം. ഏതായാലും ആ പേരന്റിനെ ബ്രെയിൻ വാഷ് ചെയ്ത് നശിപ്പിച്ചത് അദ്ദേഹം തന്നെ തിരിച്ചു വന്ന് മാറി പറയുന്നുണ്ട്. അതൊന്ന് കേൾക്കാം. TC മേടിച്ചു പോകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ TC മേടിച്ചു പോകുന്നത്. ഒന്ന്, എൻ്റെ മകള് ഹിജാബ് ധരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞത് എൻ്റെ മകൾക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയ വാക്കാണ്. 2, ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ വ്യക്തമായ അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുകയുണ്ടായിരുന്നു. എന്നാലും എൻ്റെ കുട്ടിയെ അവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം അവിടെ ഒരു സാമുദായിക സംഘർഷം ഉടലെടുക്കാൻ സാധ്യതയുണ്ടായിരുന്നു. പിന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസിൽ നിന്ന് ഫോൺ വിളിയുണ്ടായിരുന്നു. തുടർ പഠനത്തിന് എന്ത് നിലപാട് വേണമെങ്കിലും എടുക്കാം, എന്ത് സഹായത്തിനും വിളിക്കാം എന്നറിയിച്ചിട്ടുണ്ട്. പരാതിയുമായിട്ട് അവിടെ ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി പരാതിയുമായി ഞാൻ പോകുന്നില്ല. പിന്നെ ഇന്ന് പ്രിൻസിപ്പളിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഞാൻ കേട്ടത് മതേതരത്വ സ്വഭാവത്തിൻ്റെ രീതിയിലുള്ള ഒരു വസ്ത്രധാരണത്തിനാണ് ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞത്. എൻ്റെ മകൾ ധരിച്ചിരുന്ന ഷാള് മതേതരത്വമില്ലേ ആ ഷാളിൽ? പിന്നെ പുള്ളി ഇതിനകത്ത് ശക്തമായി പ്രതികരിച്ചതിന്റെ ഒരു പരിണിത ഫലം പുള്ളിയുടെ മെന്റൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട് സഹോ, നിങ്ങൾ ഈ തീരുമാനമെടുത്ത് വളരെ നന്നായി. കൂടെ അനുബന്ധമായിട്ട് കൂടുതൽ ആൾക്കാർ ഇവരിൽ നിന്ന് TC വാങ്ങി പോകുന്നുണ്ട്. വിഷയം ഒന്നേ ഉള്ളൂ, ഒരു സ്റ്റേറ്റ്മെന്റ്. ഈ ശിരോവസ്ത്രം അണിഞ്ഞു വരുന്ന കുട്ടിയെ കാണുമ്പോൾ ഭയമുളവാക്കുന്നു എന്നാ പറയണേ. അല്ലയോ കന്യാശ്രീ ചേച്ചിയുടെ തലയിൽ കിടക്കുന്ന തട്ടം കാണുമ്പോൾ ഞങ്ങൾക്ക് പേടി വരുന്നില്ലല്ലോ, പിന്നെന്താ ചേച്ചി ഞങ്ങളുടെ തട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് പേടി വരുന്നത്? എവിടെയെങ്കിലും ഒരു പെണ്ണ് ഹിജാബ് ധരിച്ചു കൊണ്ടുപോയിട്ട് ഈ സ്ഫോടനം നടത്തിയതായിട്ട് വല്ല ഒരു തെളിവ് നിങ്ങൾക്ക് കാഴ്ചവെക്കാനുണ്ടോ? അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. അപ്പോൾ വീണ്ടും കൂടുതൽ ആൾക്കാർ അവിടെ നിന്നുകൊണ്ട് ഇത് വാങ്ങി പോകുന്നുണ്ട്, TC വാങ്ങി പോകുന്നുണ്ട്. ഹിജാബ് വിവാദത്തെ തുടർന്ന് ഇപ്പോൾ 2 കുട്ടികൾ കൂടെ സെന്റ് റീത്ത സ്കൂൾ വിടാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. TC വാങ്ങാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അതിന്റെ ഫോമുകളെല്ലാം തന്നെ ഫില്ല് ചെയ്ത് നൽകിയിരിക്കുന്നു. രക്ഷിതാക്കൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം? 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ് എനിക്കുള്ളത്. ഇപ്പോൾ ഒരു കോൺട്രവേഴ്സിയൊക്കെ നടക്കുന്നതറിയാലോ. അപ്പോൾ അതിൻ്റെ ഇതിൽ എൻ്റെ മക്കൾ ഇതുപോലത്തെ ഒരു സാഹചര്യമുള്ള സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് എനിക്ക് മാനസികമായിട്ടൊരു ഭയം ജനിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു പെൺകുട്ടി തട്ടമിട്ട് വന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് ഇപ്പം ആ കുട്ടിക്ക് മറ്റുള്ള കുട്ടികളിൽ ഒരു ഭയം ജനിപ്പിക്കും എന്നുള്ളൊരു പ്രസ്താവന, ആ ഒരു പ്രസ്താവനമേലാണ് ഞങ്ങളിങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഞങ്ങൾ ഈ സാമൂഹികപരമായിട്ടും മതപരമായിട്ടും ഒക്കെ മറ്റുള്ള ആൾക്കാരോട്, എല്ലാ തരത്തിലും മതപരമായിട്ടുള്ള ആൾക്കാരോടും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരാൾക്കാരാണ്. അപ്പം നമുക്ക് ആ രീതിയിൽ ഈ ഒരു വിഷയത്തെ ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ തീരെ താല്പര്യമില്ല. അപ്പം നമ്മൾ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കുന്ന, ഇങ്ങനത്തെ പ്രസ്താവനകൾ ഇറക്കുന്ന ഒരു പ്രിൻസിപ്പളും PTA പ്രസിഡൻറ്റും ഒക്കെ ഉള്ള ഒരു സ്കൂളിലേക്ക് നമ്മുടെ മക്കളെ അയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഭയം ഉണ്ടാവുമല്ലോ. ആ ഒരു ഭയമാണ് നമ്മളുടെ ഉള്ളിൽ ഇപ്പോഴുള്ളത്. പിന്നെ ഞാൻ ഹിജാബ് ധരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഹിജാബ് ധരിക്കുമ്പോൾ നാളെ എൻ്റെ മക്കൾ എന്നോട് തിരിഞ്ഞ് ചോദിക്കും, ഉമ്മി എനിക്കും ഹിജാബ് ധരിക്കണം എന്നുള്ളത്. കാരണം ഞാനിപ്പോൾ അവരെ ഹിജാബ് ധരിപ്പിക്കുന്നില്ല. ഇപ്പം തൊട്ടടുത്തൊരു സ്കൂളിലേക്ക് ചേർത്തുമ്പോൾ അവിടെ ചെല്ലുമ്പോഴും ഹിജാബ് ധരിച്ച് ഇന്ന് മുതൽ ഹിജാബ് ധരിപ്പിച്ച് വിടണം എന്നുള്ളതല്ല. അവർ എന്നാണോ ഇതിൻ്റെ മേന്മ മനസ്സിലാക്കുന്നത് അവരെന്നോട് അത് ആവശ്യപ്പെടുമ്പോൾ, അവർ മുതിരുമ്പോൾ അതിനാവശ്യപ്പെടുന്ന സമയത്ത് അവർക്ക് അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാവണം. അപ്പം അതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു സ്കൂളിലേക്കാണ് ഇപ്പം ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂടുതൽ ആൾക്കാർ അവിടുന്ന് മാറിപ്പോകുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഒരു സ്കൂള് നശിച്ചു പോകുന്നു അല്ലെങ്കിൽ സ്കൂളിനെതിരെ ഇത്രയും കർശനമായ നടപടി എടുക്കണമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വേണം. ഇത്തരത്തിൽ മതേതരത്വ ചിന്താഗതി ഇല്ലാത്ത ഒരു സ്കൂളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വിടരുത്. നമ്മുടെ രാജ്യം മതേതര രാജ്യമാണെന്നും നാനാത്വത്തിൽ ഏകത്വമാണെന്നും സഹോദരി സഹോദരന്മാരാണെന്നുമാണ് നമ്മൾ പഠിപ്പിക്കുന്നത് തന്നെ. അത് പഠിപ്പിച്ചു കൊടുക്കാൻ തക്കവണ്ണം പ്രാപ്തിയില്ലാത്ത, ഇവിടെ ഒരു പ്രത്യേകതരം സിസ്റ്റമാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നവർ നമ്മുടെ സംസ്കാരത്തെയാണ് നശിപ്പിക്കുന്നത്. ഈ പറഞ്ഞ സിസ്റ്റർ സംസാരിച്ച ഒരു സ്പീച്ച് എവിടെ കിടന്ന് ഇങ്ങനെ ഓടുന്നുണ്ട്, ഇംഗ്ലീഷിൽ സംസാരിച്ചത്. അതിനകത്ത് ഒരു സ്പെസിഫിക്കലി പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് സംസ്കാരമാണ്, സാംസ്കാരികമായ ഭാരതത്തിൻ്റെ സാംസ്കാരികത്തെ കുറിച്ചാണ് വായ്ത്താളം പറയണമെന്ന്
പറയുന്നത്. സത്യത്തിൽ ഈ സ്ത്രീ ഒരു കൊടും വിഷമാണെന്ന് ഞാൻ പറയും. അവരുടെ ഉള്ളിൽ ആരോ നല്ല വിഷം വിതറിയിട്ടുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ എന്താണ് ബൈബിളിൽ പോലും പഠിക്കുന്നത്? നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് തന്നെയല്ലേ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അയൽക്കാരന്റെ ജാതി നോക്കാൻ പറഞ്ഞോ? മതം നോക്കാൻ പറഞ്ഞോ? ഒന്നുമില്ലല്ലോ. ഈ തള്ള ഒരു കൊടിയ വിഷമൊന്നും മാത്രവുമല്ല, സമൂഹത്തിന് തന്നെ ആപത്താണ്. ഇവർ പ്രിൻസിപ്പളായിരിക്കുന്ന ഒരു സ്കൂളിലേക്ക് ഒരു കാരണവശാലും ഒരു കുട്ടികളും പഠിക്കാൻ പോകരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കൊറോണ വന്നപ്പോൾ നമ്മൾ ഒരു വർഷം പോയതല്ലേ, അതുപോലെ അങ്ങോട്ട് പോട്ടെ എന്ന് വെക്കുക, എന്നാലും വിട്ടുകൊടുക്കരുത്. നല്ല ഒരു പ്രളയമോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ നമുക്കിത് നഷ്ടപ്പെടത്തില്ലേ, അങ്ങനെ അങ്ങോട്ട് ചിന്തിച്ചിട്ടാണെങ്കിൽ പോലും കുട്ടികൾ അവിടെ വിടരുത്. സ്പെസിഫിക്കലി ഈ മാനേജ്മെന്റ്, ഈ പ്രിൻസിപ്പൾ അവിടെ നിന്ന് എടുത്ത് ദൂരെ കളയണം. ഇപ്പൊ അവിടെ ഇരിക്കുന്ന എല്ലാ മാനേജ്മെന്റിൽ ഇരിക്കുന്ന എല്ലാവരെയും മാറ്റിയാൽ മാത്രമേ കുട്ടികളെ സ്കൂളിൽ വിടൂ എന്ന് ഒരു സ്ട്രോങ് തീരുമാനം അവിടെയുള്ള കുട്ടികളും അവരുടെ പേരൻസും എടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന കഴപ്പേ ഉള്ളൂ. കാരണം ഇത്തരത്തിലുള്ള വർഗീയത പ്രചരിപ്പിക്കുന്ന വൃത്തികെട്ട വിഷജന്തുക്കളെ അവിടെ വെച്ചിരിക്കരുത്. കാരണം നാളെയുടെ നമ്മുടെ പ്രോമിസാണ്, നമ്മളുടെ പൗരന്മാരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ, നാളെയുടെ വാഗ്ദാനങ്ങളാണ്. ആ കുഞ്ഞുങ്ങളെ, നമ്മളുടെ ഭാവി പ്രതീക്ഷയെ നശിപ്പിക്കുന്ന തരത്തിൽ അവരുടെ ഉള്ളിലേക്കും ഈ വിഷം കുത്തിവെക്കാൻ ഇത് ഉതകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും മോശമാണ്. തലയിലിട്ടിരിക്കുന്ന തട്ടം പ്രശ്നമാണ് എന്ന് ആ പെൺകുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് ഊരിക്കൊണ്ട് സ്കൂളിനകത്തേക്ക് കയറാനുള്ള ഇതാണ്. അവളുടെ സ്വാതന്ത്ര്യമാണ്, അവളുടെ തീരുമാനമാണ്, ചോയ്സാണ്. അവൾക്ക് വേണമെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ ഇടാതിരിക്കാം. ഇപ്പോൾ ഞാൻ തട്ടമിട്ടുകൊണ്ട് പ്രവർത്തിക്കണം അല്ലെങ്കിൽ പറയണമെന്ന് പറയുന്നവരുണ്ട്. ഇതെൻ്റെ ചോയ്സാണ്, എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ എൻ്റെ മതം എനിക്ക് അനുവദിച്ച് തരുന്നുണ്ടെന്നുള്ള തെളിവാണ് ഞാനെന്ന വ്യക്തി. ഇനി തട്ടമിടുക എന്നുള്ളതിൻ്റെ ഒരു സ്ട്രാറ്റജി വളർത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കൂടുതൽ പേര് തട്ടമിടുകയും കൂടുതൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളായി മാറുകയും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആക്രമിക്കാൻ പറ്റൂ എന്നുള്ള നിലപാടാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അങ്ങനെ കിട്ടത്തില്ല ഇവിടെ ആരെയും. ഞങ്ങളുടെ മതവിശ്വാസം ഞങ്ങൾക്ക് പ്രിയോറിറ്റി തന്നെയാണ്, പ്രിഷ്യസ് തന്നെയാണ്. മതവിശ്വാസം, മതബോധം വിട്ടുകൊണ്ട് ഒരു വ്യക്തിയും അതിൽ നിന്ന് പുറത്തേക്ക് വരത്തില്ല. ഉദാഹരണം, എക്സ് മുസ്ലിമായ കാമിത, എക്സ് മുസ്ലിമായ ആണിഫ്, എക്സ് മുസ്ലിമായ ലിയാഖത്ത് തൊലിയൻ, ഇവരൊന്നും തന്നെ മതം വിടാനോ മതവിശ്വാസം വിടാനോ തയ്യാറല്ല. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അവരുടെ തലയിൽ ജുക്തിവാദം കയറിയിട്ട് പോലും അവർക്കത് വിടാൻ പറ്റുന്നില്ല എങ്കിൽ അതാണ് ഇസ്ലാം മതം എന്നുള്ളത് വസ്തുത. അത് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ വിഷയത്തിൽ ആ തീരുമാനമെടുത്ത ആ കുടുംബവും ആ പയ്യൻ, ആ സ്ത്രീയുടെ ഈ വിശ്വാസത്തിൽ ഈ തീരുമാനമെടുത്ത ആ കുടുംബം, പ്രത്യേകിച്ച് ആ കുട്ടിയുടെ കുടുംബവും പുതിയ തീരുമാനങ്ങളുമായി മുൻപോട്ട് വന്ന 2 കുടുംബങ്ങൾക്കും സപ്പോർട്ട് കൊടുക്കുകയാണ് വേണ്ടത്. നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുക, മറ്റു സ്കൂളുകളിലേക്ക് അവരെ ചേർക്കുക. എന്തിനാണ് ഈ വൃത്തികെട്ട സ്കൂളിൽ ആ കുട്ടികളെ പഠിപ്പിക്കുന്ന? ഇത്രയും വൃത്തികെട്ട സ്കൂളുകളിലേക്ക് ഇനി കൂടുതൽ കുട്ടികളെ കൊണ്ടുപോയി ചേർക്കാതിരിക്കുക. അവരവരുടെ മത തീവ്രവാദം വളർത്താൻ പറ്റിയ കുട്ടികളെ കൊണ്ടുവന്ന് വെക്കട്ടെ. ഈ പെൺകുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് കിടന്ന് ബഹളം വയ്ക്കുന്ന, അല്ലെങ്കിൽ ഈ 140ഓളം കുട്ടികൾ അവിടെ പഠിക്കുന്ന അവർക്കാർക്കും കുഴപ്പമില്ല എന്ന് പറയുന്ന ഈ ഒരു മാനേജ്മെന്റ് തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിൽ ഒരു കുട്ടി അവളുടെ മതവിശ്വാസം തീവ്രമായി എടുത്തത് കൊണ്ട് മാത്രമാണ് തലയിൽ ആ തട്ടം ഊരാൻ തയ്യാറാകാത്തത്. അങ്ങനെ വേണമെന്നവർ നിർബന്ധം പിടിക്കുമ്പോൾ അത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. കാരണം നിങ്ങളെപ്പോലെയല്ല എല്ലാ ക്രിസ്ത്യാനികളും ഇതുപോലെ കന്യാസ്ത്രീയായിട്ട് നടക്കുന്നതല്ലല്ലോ. ആരും തട്ടം ഇട്ടുകൊണ്ട് നടക്കുന്നില്ലല്ലോ. നിങ്ങൾ ആ തട്ടം ഇട്ടുകൊണ്ട് നടന്നിട്ട് ബാക്കിയുള്ളവരെ ഉപദേശിക്കാൻ യാതൊരു അർഹതയും ഇല്ലാത്തവരാണ്. നിങ്ങൾക്ക് മതവിശ്വാസമുണ്ട്. മതവിശ്വാസത്തിന്റെ പാരമ്യതയിൽ ബൈബിളിൽ എവിടെയും പ്രതിപാദിക്കാത്ത ഒരു കാര്യമാണ് കന്യാസ്ത്രീ വേണം, നമ്മുടെ യേശപ്പൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് കെട്ടാൻ മുട്ടി നിൽക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മുട്ടി നിൽക്കുന്ന യേശപ്പനെ കെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പെണ്ണുങ്ങൾ തയ്യാറായി നിൽക്കണമെന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല. എന്നിട്ടും അത് ഇങ്ങനെ പറഞ്ഞ് അവസാനം അതിലേക്ക് കൊണ്ടെത്തിച്ച് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വിശ്വാസം പ്രിയോറിറ്റിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വിശ്വാസം ഭയങ്കരമാണ് എങ്കിൽ മറ്റുള്ളവർക്കും ആ വിശ്വാസം ഭയങ്കരം തന്നെയാണ്. അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാനുള്ള അധികാരം അവകാശം നിങ്ങൾക്ക് ആരും തന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ നിങ്ങളുടെ സ്കൂളിൽ പഠിക്കണോ വേണ്ടെന്ന് നിശ്ചയിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷെ അപ്പോ സിലബസിൽ ഇല്ലാത്ത ഒരു കാര്യം ഞങ്ങളും പറയും. എന്താണെന്ന് അറിയത്തില്ലേ? അത്തരത്തിൽ ഒരു വിഭാഗത്തിലെ അവരുടെ മതവിശ്വാസത്തെ നീക്കി നിർത്തിക്കൊണ്ട് നിങ്ങൾ ഈ സ്കൂൾ നടത്തിക്കൊണ്ട് പോകാൻ തുനിയുകയാണെങ്കിൽ ഇവിടെയുള്ള 32% ബാക്കിയുള്ള നിങ്ങളുടെ അതേ മാനേജ്മെന്റുള്ള സ്കൂളുകൾ ഫേസ് ചെയ്യാൻ തയ്യാറായിക്കൊള്ളുക. ഫേസ് ചെയ്യേണ്ടി വരും, നിർബന്ധമായും ഫേസ് ചെയ്യേണ്ടി വരും. ഇതിനകത്ത് ഉള്ളിസിരി ഇരുന്നോണ്ട് പറയണം അവർക്ക് പൈസ ഉണ്ടല്ലോ, അവർ വേറെ സ്കൂൾ ഉണ്ടാക്കിയിട്ട് ആയിക്കോട്ടെടാ, എന്താ ഉണ്ടാക്കിയാൽ പറ്റൂലേ, എന്താ നിനക്ക് മാത്രമേ പറ്റുള്ളൂ. നാളെ കാവി ഇട്ടുകൊണ്ട് വരണമെന്ന് പറഞ്ഞാൽ പറ്റുമെന്ന്. കാവി കളസം ഇട്ടുകൊണ്ട് വരുന്ന RSS നാറികളെ ആരെവിടെ കയറ്റുന്നത്? നിങ്ങൾ തനിയെ സ്കൂൾ തുടങ്ങണേ. നിങ്ങൾ ശാഖ തുടങ്ങി അവിടെ കുന്തൻ വർക്ക് നടത്താതെ നല്ല സ്കൂളുകൾ നടത്താനുള്ള പ്ലാൻ ചെയ്യാൻ നോക്കുക. ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു രീതിയിലുള്ള സപ്പോർട്ടും ഇല്ലാതെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഇതിനകത്ത് കിടന്നുകൊണ്ട് ചുറ്റിക്കളിക്കുന്ന കളിയാണെന്നാണ് മനസ്സിലായിട്ടുള്ളത്. അതിനകത്ത് വക്കീലെന്ന് നിങ്ങൾ നോക്കൂ. ആരുടെ വക്കീലാണ്? കാമിതയുടെ വക്കീലാണ്. അതേപോലെ തന്നെ VD സതീശന്റെ സ്വന്തം കുറ്റിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള
അവരുടെ ഒരു ചരടുവലി അതിന്റെ പിന്നിലുണ്ടെന്നും സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്താനുമാണ് ഈ കളി കളിക്കുന്നതെങ്കിൽ ജാതി മത ബോധ വിശ്വാസ രാഷ്ട്രീയം എല്ലാം വിട്ടുകൊണ്ട് ഈ സർക്കാരിനൊപ്പം നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പുള്ളി അതിന് തീരുമാനമെടുത്തത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനമാണ്. കാരണം ഇപ്പൊ കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ കേസിൽ കോടതിയിൽ ജയിക്കാൻ പോകുന്നത് സ്കൂൾ മാനേജ്മെന്റ് തന്നെയാണ്. പക്ഷേ എന്നെങ്കിൽ പോലും ഒരു വിദ്യാഭ്യാസ മന്ത്രി ഇടപെടേണ്ട ഇടപെടൽ കൃത്യമായി നടത്തിയത് കൊണ്ടാണല്ലോ പുള്ളിക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റി. ആ തീരുമാനത്തിനൊപ്പം നമ്മൾ നിൽക്കുക തന്നെ വേണം, മാറി ചിന്തിക്കരുത്, മാറ്റി പറയരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ഇത് ഇസ്ലാം കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. അത് അവർക്ക് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. നമ്മളുടെ ഐക്യം അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതൊരു വിഷമം ഉണ്ടാക്കുന്നുണ്ട്. 2, നമ്മളുടെ കുട്ടികൾ നമ്മൾക്കൊപ്പം നിൽക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. അപ്പൊ ഇതിനകത്ത് അടിമത്തമുണ്ടെന്നും പ്രശ്നമുണ്ടെന്നും ഒക്കെ കുട്ടികൾക്ക് ബ്രെയിൻ വാഷ് ചെയ്യുമ്പോൾ സാധാരണ എല്ലാ കുട്ടികളും ഫേസ് ചെയ്യുന്ന, ഒരു കമ്മ്യൂണിറ്റി എന്നല്ല എല്ലാ കുട്ടികളും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ടീനേജ് ആകുമ്പോൾ ചില നിഷ്ഠകൾ, ചില റെസ്ട്രിക്ഷൻസ് എല്ലാ വീടുകളിലുമുണ്ട്. എല്ലാ മതത്തിലുള്ള കുട്ടികളെടുത്ത് ആ റെസ്ട്രിക്ഷൻസ് കൊടുക്കും. ആ പ്രായം കുറച്ച് തുളുമ്പുന്ന പ്രായമാണ്, പിടിച്ച് കെട്ടിയില്ലെങ്കിൽ പണി കിട്ടുമെന്ന് അറിയുന്നുണ്ട്, പേരൻസ് റെസ്ട്രിക്ട് ചെയ്യും. ആ റെസ്ട്രിക്ഷൻസിനെ അടിമത്തമാണെന്ന് പറഞ്ഞ് വരുത്തി തീർത്തുകൊണ്ട് ഇസ്ലാം മതത്തിലുള്ള പെൺകുട്ടികളെ വളച്ചോണ്ട് പോകാൻ ഇവർ നല്ലോണം ശ്രമിക്കുന്നുണ്ട്. നടക്കാതെ വരുമ്പോൾ ആൺകുട്ടികളുടെ കാര്യവും അത് തന്നെ വരുമ്പോൾ ഇതുപോലെ മതവിശ്വാസമാണ് നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നതെന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് നിർബന്ധമായി നമ്മൾ പബ്ലിഷ് ചെയ്യുകയും കൂടുതൽ സ്പ്രെഡ് ചെയ്യുകയും വേണം. അർത്ഥാത് എന്താണെന്നുള്ളത് കൃത്യമായി ഒന്നുകൂടെ പറയാം. ഒരു ഏജിൽ റെസ്ട്രിക്ഷൻസ് ഉള്ള കുടുംബങ്ങളിൽ നിന്ന് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും മാറ്റിക്കൊണ്ടുവരാൻ നിങ്ങളുടെ മതവിശ്വാസമാണ് ഈ റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തുന്നതെന്ന് പറഞ്ഞ് ഫലിപ്പിക്കുന്ന ഈ വൃത്തികേടിനെതിരെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഈ റെസ്ട്രിക്ഷൻ ഉണ്ടെന്നും അത് മതബോധമല്ല എന്നും അത് പേരൻഷ്യലായിട്ടുള്ള ഒരു പ്രത്യേകതരം ഒരു സംഗതിയാണ് എന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ എല്ലാവരും ചേർന്ന് വീഡിയോസ് ചെയ്യുക എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി ഈ പറയുന്ന രീതിയിൽ സ്കൂളിനെതിരെയാണോ എന്ന് ചോദിച്ചാൽ 100% ഈ സ്കൂളിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പാടില്ല, എക്കാരണം കൊണ്ടും പാടില്ല. കാരണം ആ സ്റ്റേറ്റ്മെന്റ് വളരെ വൾഗറും ബീഭത്സവും ഭയാനകവുമാണ്. ഒരു പ്രിൻസിപ്പലിന്റെ വായിൽ നിന്ന് വരാൻ പാടില്ലാത്ത ഏറ്റവും വലിയ മ്ലേച്ഛമായ ഒരു വർത്തമാനമാണ്. ഒരു സ്റ്റുഡന്റിന്റെ തലയിൽ തട്ടം കണ്ടപ്പോൾ ഞെട്ടലുളവാക്കി ഭയപ്പാടുണ്ടാക്കി എന്ന് പറയുന്നത്. പിന്നെ ഈ സ്കൂളിനെ പ്രതിനിധീകരിക്കുന്ന വക്കീല് അഡ്വക്കേറ്റ് കോടതിയിൽ പരാമർശിച്ച ഒരു കാര്യം, ആ പരാമർശം തന്നെ ഭീഭത്സമാണ്. ഹിന്ദു കുട്ടി, മുസ്ലിം കുട്ടി, ക്രിസ്ത്യൻ കുട്ടി, ഈ വേർതിരിവ് അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് ആ വക്കീലിന്റെ നിറനാവിൽ നിന്ന് വന്ന ആ വചനം. അതിനും ശക്തമായി നമ്മൾ പ്രതികരിക്കണം. അവിടെ ഹിന്ദു മതത്തിൽ ഉള്ള ആൾക്കാരും തീരുമാനം തിരുത്തണം. കാരണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നാളെ വർഗീയത പറഞ്ഞുകൊണ്ട് വാളെടുത്ത് വെട്ടാൻ ഇറങ്ങണമോ വേണ്ടയോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇവിടെയുള്ള ഹിന്ദുമത വിശ്വാസികൾ ആരും തീവ്രമായി ഈ പ്രാന്തം കൊണ്ട് നടക്കുന്നവരല്ല. RSS സംഘപുത്രന്മാർ മാത്രം അവിടെ പഠിപ്പിക്കട്ടെ, ക്രൈസ്തവരും അവിടെ പഠിക്കട്ടെ. നല്ലവരായ ക്രിസ്ത്യൻ സ്റ്റുഡൻസും മാറി ചിന്തിക്കണം. കാരണം അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത് വാളെടുത്ത് വെട്ടാനാണ്. മറ്റു മതവിഭാഗത്തിലുള്ളവർ ശത്രുക്കളാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്കൂളാണ് ആ സ്കൂള്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് അവർ പറഞ്ഞിട്ടുള്ളത്. കോടതി പോലും ശക്തമായി വിലക്കിയ ഒരു കാര്യമാണ്. ഇത് കുട്ടികളാണ്, വിദ്യാർത്ഥികളാണ്, അല്ലാതെ ഇന്ന മതവിശ്വാസമല്ല, അങ്ങനെ പറയരുത് എന്ന് കോടതി വിലക്കുന്ന ലെവലിലേക്ക് അവരുടെ സ്റ്റേറ്റ്മെന്റ് പോയിട്ടുണ്ടെങ്കിൽ അതിലുണ്ട് ആ സ്കൂളിന്റെ ഇത്. നിങ്ങൾ ഒരു മതവിശ്വാസികളും അവിടെ പഠിപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവനവന്റെ മതം അനുസരിച്ച് ജീവിക്കാനുള്ള റൈറ്റ്സ് നമുക്ക് ഭരണഘടന തരുന്നുണ്ട്. അതനുസരിച്ച് ജീവിച്ചിട്ടുള്ള പഠിത്തമൊക്കെ മതി, അതിനപ്പുറം ഒന്നും വേണ്ട എന്ന് നമ്മൾ അങ്ങോട്ട് തീരുമാനിക്കുക. രണ്ടാമത്, ഈ കുട്ടികൾ നമ്മളുടെ പൊതുവിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്ക് പോകട്ടെ, അവിടെ പഠിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. പണ്ടത്തെ കാലത്തെ പള്ളിക്കൂടങ്ങളല്ല ഇപ്പോഴുള്ളത്. നല്ല എഡ്യൂക്കേറ്റഡ് ഫെലോസ് തന്നെയാണ് ഇപ്പൊ അവിടെ ഉള്ളത്. നമുക്ക് വിശ്വസിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ അവിടെ വിടാം. സർക്കാർ സ്കൂളുകളാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയും. ഇനി അതല്ല, ഈ രീതിയിൽ നോക്കാത്ത, ഇങ്ങനെ കൺസിഡർ ചെയ്യാത്ത ഒരുപാട് സ്കൂളുകളുണ്ട്. ഇവിടെ ഓക്സ്ഫോർഡ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ തിരുവനന്തപുരത്തൊക്കെ ഉണ്ട്. അവിടെ ഇതുപോലെ മറ്റു മതത്തിലുള്ളവരൊക്കെ ഉണ്ട്. അവിടെ ആരെടുത്ത് നിങ്ങൾ നട്ടവിട്ടുണ്ട് ഇവിടെ വരാൻ പാടുള്ളൂ എന്നൊന്നും നിഷ്ഠയൊന്നും അവിടെ പറയുന്നില്ല. ഇടാതെ വന്നതെന്ന് പറഞ്ഞ് കുഴപ്പമില്ല, പൊട്ടുകുത്തിയെന്നും പറഞ്ഞ് മാറ്റി നിർത്തുന്നില്ല, യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ അങ്ങനെയുള്ള മതേതരത്വ സ്വഭാവമുള്ള സ്കൂളുകളിലേക്ക് നമ്മുടെ കുട്ടികളെ വിടുക. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇത് നമ്മുടെ പ്രശ്നമല്ലല്ലോ, ഇത് മുസ്ലിംസിന്റെ പ്രശ്നമാണെന്ന് നീക്കി നിർത്തി കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മുസ്ലിംസ് എന്ന വിഭാഗത്തിനെ ശത്രുവായി കാണുകയും ആ ശത്രുത നിങ്ങൾക്ക് ദോഷമേ വരുത്തുകയുള്ളൂ. ഇപ്പുറത്ത് നിൽക്കുന്നവർ ശക്തരാണെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ അപരവൽക്കരണം ഏർപ്പെടുമ്പോൾ അവർ അതിനേക്കാൾ ശക്തരാവുകയും തിരിച്ച് പ്രതികരിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യും. ആ പ്രതിരോധം നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തും. നമ്മുടെ നാടിന്റെ സ്വച്ഛത നഷ്ടപ്പെടുത്തുക എന്നതിന്റെ അർത്ഥം നമ്മളുടെ സ്വസ്ഥതയും കൂടെ നഷ്ടപ്പെടുക എന്നാണ്.
അടുത്ത ഭാവി തലമുറ, നമ്മളുടെ കുഞ്ഞുങ്ങൾ സ്വസ്ഥമായി ജീവിക്കണമെങ്കിൽ ആ കുട്ടികളുടെ മനസ്സിൽ ഇല്ലാത്ത ശത്രുത ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. ഈ സ്കൂള് പൂർണ്ണമായും ബഹിഷ്കരിക്കുകയാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. അവിടുന്ന് മാറി ചിന്തിച്ച ആ 2 അമ്മമാർക്ക് എൻ്റെ സല്യൂട്ട്. കാരണം ആ സ്ത്രീകൾ തന്നെ മുന്നോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ഹിജാബ് കണ്ടപ്പോൾ ഭയപ്പെടുന്ന ഒരു സ്കൂളിലേക്ക് എൻ്റെ കുട്ടികളെ ഞാൻ വിടുന്നില്ല എന്ന്. അത് വളരെ വലിയൊരു തീരുമാനമാണ്. ആ തീരുമാനത്തിൻ്റെ മുന്നിൽ സല്യൂട്ട്. ദാറ്റ്സ് ഇറ്റ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.